ഇന്ന് എളുപ്പത്തിൽ എങ്ങനെ ഒരു കൊഞ്ച് റോസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ കൊഞ്ച് റോസ്റ്റിൻ്റെ എൻ്റെ റെസിപ്പിയാണ് ഇങ്ങനെ നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കൊഞ്ചിനെയാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് അതിനായിട്ട്. അപ്പോൾ ഞാനൊരു 4-5 സവാള അങ്ങോട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 തക്കാളി, പച്ചമുളക്, വേപ്പില, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് പയറ്റി നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചു. അത് ഞാൻ ഇരുന്ന സവാള മൊത്തം ഞാൻ അതിലേക്ക് അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്, ഒന്നും മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ കുത്തി ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇളക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഇളക്കണം. എനിക്ക് അത്ര ശ്രദ്ധയില്ലാത്തത് കൊണ്ട് ഇതൊക്കെ തെറിച്ച് പോവാണ്. അപ്പോൾ ഇങ്ങനെ കുത്തി ഇളകിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അതൊന്നങ്ങോട്ട് ഒരുവിധം ആയി വന്നിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെ ആയി വന്ന് കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചും നേരം കൂടി ഇറക്കണം. അത് കഴിഞ്ഞിട്ട് വേണ്ടി ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി, തക്കാളി, വേപ്പില, പച്ചമുളക് എല്ലാവരും കുറേച്ച് ഇട്ട് കൊടുത്ത് അവസാനം ഞാൻ അതിലേക്ക് അങ്ങോട്ട് കമ്പിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഇട്ട് കൊടുക്കണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ കുറച്ചിട്ടിട്ട് അത് നിർത്തും, അത് കഴിഞ്ഞാണ് പിന്നെ കുറച്ചിടണേന്ന്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ അതെല്ലാം അതിലേക്ക് കമ്പിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് വഴന്നു വരണം കേട്ടോ. വേണ്ട, ഇതുപോലെ നന്നായിട്ട് വഴന്നു വരണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമാണ് ഞാനിതിൽ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള കൊഞ്ച് ഇതിലേക്ക് ഇടുന്നത്. അപ്പോൾ നല്ല വലിപ്പമുള്ള സംഭവമാണിത്. ഞാൻ ഇത്രയും വലിപ്പമുള്ള കൊഞ്ചിനെ ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ളത് വാങ്ങുക. ചെറുതിനൊക്കെ വാങ്ങാറുണ്ട് എനിക്ക്. ഇത്രയും വലിപ്പമുള്ളത് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ നമുക്ക് റെഡിയാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ കൊഞ്ച് വേവാൻ പാകത്തിനുള്ള വെള്ളം മാത്രം അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ശരിക്കും അങ്ങോട്ട് തിളക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം കേട്ടോ ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇതായിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് ആവാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വെള്ളം നന്നായിട്ട് അങ്ങോട്ട് പറ്റണം. വെള്ളം ശരിക്കും പറ്റിയിട്ട് എണ്ണ മുകളിൽ അങ്ങോട്ട് തെളിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. വേണ്ടോ, ഇപ്പോൾ ഒരു കുറച്ചധികം സമയം ആയിട്ടുണ്ട്, ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഒരുവിധം ഒന്ന് അങ്ങോട്ട് മുകളിൽ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഇങ്ങനത്തെ പരുവമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് കൊതി വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കാം. ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് 2 വേപ്പില ഞാൻ എൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ ചോറെടുത്തിട്ട് ഞാനത് തിന്നാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെമ്മീൻ റോസ്റ്റ് അറിയാൻ പാടില്ലാത്ത എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഓക്കേ.